നല്ല മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഓയിലിൻ്റെ കവറില്ലേ, അതായത് 3 ശേഷം നമ്മളെ വീടുമായിട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസിൻ്റെ ഭാഗത്തെല്ലാം ഇങ്ങോട്ട് എടുത്തതിനാൽ പിന്നെ ഈ പരിസരത്തൊക്കെ എന്താ പറയുക പാമ്പ് തന്നെ സംഭവം വരികയില്ല. കാരണം ഫുള്ള് ഈ തറൻ്റെ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് എടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വെച്ചാൽ പാമ്പിന്റെ ശല്യം. അതായത് വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ മറ്റേ പാമ്പ് ഇങ്ങനെ വരുന്ന പ്രശ്നമില്ല. നമ്മള് കുഞ്ഞിമക്കളെ കളിക്കുമ്പോൾ പിന്നെ പാമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണൂല. കാരണം ഈ തണുപ്പും കൂടി ആ സ്ഥിതി തറന്റെ സൈഡിലുണ്ടാവും, വീട്ടിന്റെ സൈഡിലെല്ലാം ഉണ്ടാവും. പിന്നെ ചെറിയ കാട് ഇങ്ങനത്തെ ഉള്ളതുകൊണ്ട് പാമ്പ് നമ്മൾ വന്ന് നിൽക്കുന്നതന്നെ കാണില്ല. അപ്പോൾ ആ പാമ്പിനെ നമ്മൾ ചുറ്റുവട്ട് എന്താ പറയുക പരിസരത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ തുരത്തി ഓടിക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ ചെയ്താൽ ഈ ചെയ്ത സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ സംഭവം ഈ ചെയ്തതിന്റെ സംഭവം കൊണ്ട് പിന്നെ പാമ്പൊന്നും ആ ഭാഗത്തേക്ക് വരികയും ചെയ്യാം. അത്രയും സൂപ്പറാണ് ചെയ്യാൻ പോകും. അപ്പം നമുക്ക് വീട്ടിലുള്ള ചെറിയ സാധനം കൊണ്ടല്ലേ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെന്നും പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെല്ലാവരും എത്തിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും സാധനം വേണ്ട വെച്ചാൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പാടുക വെച്ചാൽ ഓയിലിൻ്റെ കവർ, അത് ഏത് ഓയിലിൻ്റെ ആയാലും മതി. ഇപ്പോൾ റൂബി ഗോൾഡ് എടുത്തിന്, അതായത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കിയ എണ്ണപ്പറ്റുള്ള ഒരു ഓയിലിൻ്റെ കവർ ഉണ്ടല്ലേ, അതൊന്നും. പിന്നെ പാടുക വെച്ചാൽ ചോറ്, അതായത് വറ്റി ചില സ്ഥലത്ത് അന്നെന്ന് പറയും. ഓക്കെ, പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ ഉജാല. ഈ 4 ഐറ്റംസ് വേണം. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് ഈ ചോറ് നമ്മൾ ബോളിലേക്ക് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഉജാല ഒരു 2-3 തുള്ളി ഉജാലയിൽ ഉറ്റിക്കാൻ. ഓക്കെ, എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കാൻ. ഓക്കെ, അതിനുശേഷം ബേക്കിംഗ് സോഡയിൽ അതൊരു ചെറിയ സ്പൂണാണെങ്കിൽ 2 വലിയ സ്പൂണാണെങ്കിൽ 1 മതി. എന്നിട്ട് അതും കൂടി ഈ നല്ലോണം മിക്സ് ആക്കാൻ. ഓക്കെ, നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഓയിലിൻ്റെ കവറില്ലേ, അതായത് 3 ഭാഗം കട്ട് ചെയ്തതിനാൽ ഈ ഓയിലിൽ ചെറിയൊരു പറ്റുണ്ടാവും, കണ്ടില്ലേ? ഓക്കെ, ഓയിലിൽ ചെറിയ പറ്റുണ്ടാവും. എന്നിട്ട് ഈ സാധനം ഇതിലേക്ക് തട്ടാൻ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഓയിലിൻ്റെ പറ്റോട് കൂടി ഈ കവറിന്ന് ഇത് നല്ലോണം മിക്സാക്കി എടുക്കാൻ. എന്നുവെച്ചാൽ ഫുള്ളായിട്ട് അത് കണ്ടില്ലേ, ഇതുപോലെ നല്ല കണ്ടീഷനായിട്ട് സൂപ്പറായിട്ട് മിക്സാക്കി എടുക്കാൻ. കണ്ടല്ലോ. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെക്കാൻ. അപ്പോൾ അത് ജസ്റ്റ് നല്ലോണം മിക്സ് ആയിട്ട് അതിൻ്റെ ഇതെല്ലാം എല്ലാം കൂടി വയലായിട്ട് ഒരു സെറ്റുള്ള പരിവാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താക്കാൻ, പിന്നെ വീടിൻ്റെ പുറത്ത് നമ്മൾ കടകിൻ്റെ സൈഡിലോ പിന്നെ എന്താ പറയുക കുറ്റിക്കാടിനടുത്ത് എല്ലായിടത്തും ഇങ്ങനെ ഇത് വെതറി കൊടുത്താൽ മതി. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പാമ്പ് പിന്നെ അതിൻ്റെ ഇതടിക്കുമ്പോൾ ചുറ്റോട്ടം അങ്ങനെ വരില്ല. കാരണം ദിവസം കഴിയുന്നോറും ഇതിൻ്റെ എന്താ പറയുക ഒരു പൂപ്പ് പിടിച്ചാലാവും, അതിൻ്റെ സ്മെല്ല് കൂടുതലൊക്കെ ആയിട്ട് പിന്നെ ചുറ്റോട്ടത്തേക്ക് പാമ്പ് വരേണ്ടേ. ഇപ്പം സംഭവം മനസ്സിലായല്ലോ. ഈ ചില്ലറ സാധനം കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക വീടിൻ്റെ ചുറ്റോട്ടത്തേക്ക് പാമ്പ് വരുന്ന ശല്യം ഇല്ലാണ്ടാക്കാം. അപ്പോൾ ഞാനിത് നമ്മൾ ഇടുന്നതും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ ഈ മിക്സ് ആക്കിയ സാധനം ഇതുപോലെ വീട്ടിൻ്റെ കടിച്ച ഈ തറൻ്റെ ഈ സൈഡിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഈ തറൻ്റെ ഈ സൈഡെല്ലാം കണ്ട നമ്മളെ വീട്ടിൻ്റെ പരിസരത്തെല്ലാം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ചെറിയ കാടെല്ലാം ഉണ്ടെങ്കിൽ ഇതാ കാലെടുത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതായി ഇട്ട് കൊടുത്താൽ മതി. വീടിൻ്റെ ശേഷം നമ്മളെ വീടുമായിട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസിൻ്റെ ഭാഗത്തെല്ലാം ഇങ്ങോട്ട് എടുത്തതിനാൽ പിന്നെ ഈ പരിസരത്തൊക്കെ എന്താ പറയുക പാമ്പ് തന്നെ സംഭവം വരികയില്ല. കാരണം ഫുള്ള് ഇതിൻ്റെ ഇതടിച്ചിട്ട് ആ ചുറ്റുപാടത്തേക്കന്നെ വരില്ല. ഓക്കെ, എല്ലാം എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. കാര്യങ്ങൾ മനസ്സിലായല്ലോ.
നമ്മളിത് പറഞ്ഞ പോലെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് കുറച്ച് വീടായിട്ടുള്ള കുറച്ച് ദൂരം ഭാഗത്തിട്ടാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് കുറ്റി കാടിനടുത്തിലിട്ട് കൊടുക്കാൻ. കാരണം പിന്നെ ആ ഏലത്ത് ആ പരിസരത്ത് എന്ന് പറഞ്ഞാൽ ഈ പാമ്പ് എന്ന് പറയുന്ന സംഭവം വരാനില്ല. അത് കാര്യങ്ങൾ മനസ്സിലായി നിറയിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും എന്നും പറയുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവിധ